أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. നാം ഇപ്പോൾ ഓതിക്കേട്ടത് സൂറത്തുൽ ബഖറയിലെ 165 വചനമാണ്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും മനുഷ്യർക്ക് പ്രയോജനപ്രദമായ വസ്തുക്കളും കൊണ്ട് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിലും മേഘങ്ങളിൽ നിന്ന് അല്ലാഹു വെള്ളമിറക്കി ഭൂമിയെ അത് നിർജീവമായി കിടന്നതിനു ശേഷം സജീവമാക്കുകയും അതിലെല്ലാതരം ജീവജാലങ്ങളെയും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും കാറ്റുകളുടെ ഗതിവിഗതികളിലും ആകാശഭൂമിക്കിടയിൽ അധീനമാക്കപ്പെട്ടിട്ടുള്ള മേഘങ്ങളിലും ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് നിശ്ചയമായും പലവിധ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുൻകഴിഞ്ഞ ആയത്തിൽ അല്ലാഹു പറയുകയുണ്ടായി, ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ആരാധ്യൻ ഒരു അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകനായ ദൈവമാണ്. അവനെ കൂടാതെ മറ്റൊരാരാധ്യനുമില്ല. അവൻ അളവറ്റ അനുഗ്രഹം ചൊരിയുന്നവനും വീണ്ടും വീണ്ടും കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇനി ഈ റുക്കോയിൽ അള്ളാഹു തൻ്റെ റഹ്മാനീയത്തിൻ്റെയും റഹീമിയത്തിൻ്റെയും വ്യത്യസ്ത ദൃശ്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് സമർപ്പിക്കുകയാണ്. ആദ്യം തന്നെ അള്ളാഹു ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലേക്കും മനുഷ്യരുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതിൻ്റെ സൃഷ്ടിപ്പിൽ യുക്തി ഉപയോഗിക്കുന്ന സമൂഹത്തിന് വളരെ വലിയ അടയാളമാണുള്ളത്. അതായത് അവർ ചിന്തിക്കുകയാണെങ്കിൽ, ചിന്തയോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആകാശഭൂമിയിലുള്ള ഒരു വസ്തുവും തന്നെ മനുഷ്യ ജീവിതവുമായി ബന്ധമില്ലാത്തതായിട്ടില്ല എന്ന വസ്തുത വളരെ സരളമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ എല്ലാ വസ്തുക്കളുടെയും പുറകിൽ അള്ളാഹുവിൻ്റെ റഹ്മാനീയത്തിൻ്റെ കരങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാറ്റിനെയും വെള്ളത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം നോക്കുക. ഇതൊന്നും തന്നെ മനുഷ്യൻ്റെ ഏതെങ്കിലും പരിശ്രമങ്ങൾ കൊണ്ടല്ല അവർക്ക് ലഭിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് അള്ളാഹു തൻ്റെ റഹ്മാനീയത്ത് എന്ന ഗുണനാമത്തിൻ്റെ പ്രകടനത്തിന് വേണ്ടിയാണ്, മനുഷ്യകുലത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഇവയെല്ലാം വെച്ചിട്ടുള്ളത്. ഇവയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു നിമിഷ നേരത്തേക്കു പോലും ജീവിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുപോലെ ആകാശഭൂമിയിൽ ഒരു കൃത്യമായ നിയമം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ഒരു സുനിശ്ചിതമായ സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ ജീവിതം വ്യർത്ഥമായി പോകുമായിരുന്നു. ഏതുപോലെ അള്ളാഹു ഈ ലോകത്തുള്ള ഓരോ വസ്തുവിനെയും മനുഷ്യൻ്റെ പ്രയോജനത്തിന് വേണ്ടി ഉണ്ടാക്കിയോ, അവിടെ ഇവയെല്ലാം ഒരു സുനിശ്ചിതമായ നിയമത്തിന് വിധേയപ്പെടുത്തുകയുണ്ടായി. മനുഷ്യൻ ഒരു ഭയവും കൂടാതെ പുരോഗതി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട്
അള്ളാഹു തൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവും ഏകത്വത്തിനുള്ള തെളിവും റഹ്മാനിയത്ത്, റഹീമിയത്ത് എന്നീ ഗുണനാമങ്ങൾക്കുള്ള തെളിവും സമർപ്പിക്കുന്നു. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച അറിവ് മറ്റുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള അറിവിനും ജ്ഞാനത്തിനും ശേഷമാണ് പരിപൂർണമാകുന്നത്. കാരണം ദൈവാസ്തിക്യത്തെ സംബന്ധിച്ച അറിവ് എന്നത് എല്ലാം ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ ഏതുവരെ അതിന് അനുബന്ധമായ എല്ലാത്തിൻ്റെയും അറിവ് കരസ്ഥമാക്കുന്നില്ലയോ അതുവരെ ആ പരിപൂർണമായ ജ്ഞാനം കരസ്ഥമാകുന്നില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഖാന്തരം നമ്മൾക്ക് അവനിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അവിടെയും ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവിന് ശേഷം മറ്റൊരു വസ്തുവിനെ കുറിച്ച് പഠിക്കുന്നു, പിന്നെ അടുത്ത വസ്തുവിനെ സംബന്ധിച്ച അറിവ് ലഭ്യമാകുന്നു. അങ്ങനെ അവസാനം അള്ളാഹുവിനെ സംബന്ധിച്ച ജ്ഞാനം മനുഷ്യൻ കരസ്ഥമാക്കുന്നു. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആള് പോലും ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്കും ദൈവാസ്തിക്യത്തെ സംബന്ധിച്ച തെളിവ് ലഭിക്കുന്നതാണ്. ഇതുപോലെ ഒരു അനറബിയോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, നീ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ഇത് കേട്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അള്ളാഹുവിനെ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ ഭ്രാന്തനൊന്നുമല്ല. ആട്ടിൻ പറ്റങ്ങളുടെ കാഷ്ടം വഴിയിൽ കാണുകയാണെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൂടെ ആടുകൾ കടന്നുപോയിട്ടുണ്ട് എന്ന്. അതുപോലെ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇതുവഴി ഒട്ടകങ്ങൾ പോയിട്ടുണ്ട് എന്ന്. അങ്ങനെയിരിക്കെ ഇത്രയും വിശാലമായിട്ടുള്ള പ്രപഞ്ചം കണ്ടുകൊണ്ട് ഒരു ദൈവം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലേ? ആ ദൈവമാണ് ഈ ലോകവും അതിലെ സംവിധാനങ്ങളും സംവിധാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലേ എന്ന് മറുപടി നൽകുകയുണ്ടായി. ഹുസൂർ പറയുകയാണ്, എനിക്ക് ഓർമ്മയുണ്ട് 1946 ഖാദിയാനിൽ ഞങ്ങൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ ഡയറക്ടർ ഡോക്ടർ സർ ശാന്തി സ്വരൂപ് സാഹിബിനെ ക്ഷണിക്കുകയുണ്ടായി. അവർ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത്, ഇക്കാലത്ത് സയൻറ്റിസ്റ്റുകളുടെ അഹങ്കാരത്തിൻ്റെ തല എത്ര കണ്ട് കുനിഞ്ഞിരിക്കുന്നു എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുക്കളുടെ ശരിയായ വ്യാഖ്യാനം പോലും സയൻസിന് നൽകാൻ സാധിക്കും എന്ന വാദം പോലും അവർക്ക് ഉന്നയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. തുടർന്ന് പറയുന്നു, ഈ ആകാശഭൂമിയിൽ എത്രമാത്രം രഹസ്യമാണ് ഉൾക്കൊള്ളുന്നത്. എന്നാൽ സയൻസിൻ്റെ എല്ലാവിധ പുരോഗതിക്ക് ശേഷവും ഈ ഭൗതിക വസ്തുക്കളുടെ വളരെ ചെറിയ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ വിശദീകരണം മാത്രമാണ് അവർക്ക് നൽകാൻ സാധിച്ചത്. അങ്ങനെയിരിക്കെ ഈ വിശാലമായ ലോകത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ അസ്തിത്വം വ്യർത്ഥമാണ് എന്ന് എങ്ങനെ ഇവർക്ക് പറയാൻ സാധിക്കും? ബാക്കി ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ ദർസ് അടുത്ത ക്ലാസ്സിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.